ചരിത്രപാഠം എപ്പിസോഡ് 14. കോൺസ്റ്റന്റൈൻ ക്രിസ്തുമതം റോമാ സാമ്രാജ്യത്തിൽ നിയമാനുസൃതമാക്കുന്നു. 313 മിലാൻ വിളംബരം വഴി ക്രിസ്തുമതത്തിന് റോമാ സാമ്രാജ്യത്തിൽ അംഗീകാരവും ക്രിസ്ത്യാനികൾക്ക് പൂർണ്ണ ആരാധനാ സ്വാതന്ത്ര്യവും ലഭിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ അദ്ദേഹം കൊണ്ടുവന്ന നിയമങ്ങളും ക്രിസ്തുമതത്തോടുള്ള കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ബഹുമാനവും ആദരവും എടുത്തു പറയേണ്ടവ തന്നെയാണ്. സഭയ്ക്കെതിരെ മതപീഡകർ പുറപ്പെടുവിച്ച എല്ലാ നിയമങ്ങളും വിധികളും പിൻവലിക്കാൻ അദ്ദേഹം കൽപ്പിച്ചു. നാടുകടത്തപ്പെട്ട ക്രിസ്ത്യാനികളെയും ഖനികളിൽ ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ടവരെയും സ്വതന്ത്രരാക്കാൻ അദ്ദേഹം കൽപ്പിച്ചു. ക്രിസ്തുമതത്തിൻ്റെ പേരിൽ സൈന്യത്തിലെ ഉന്നത ജോലികളിൽ നിന്ന് നീക്കിയവരെ തൽസ്ഥാനങ്ങളിൽ തിരികെ നിയമിച്ചു. നേരത്തെ ഓരോരുത്തർക്കും ഉണ്ടായിരുന്ന ബഹുമാന സ്ഥാനത്തോടുകൂടെ സ്വതന്ത്ര അവസ്ഥയിലേക്ക് തിരികെ പോകാൻ അവരെ അനുവദിച്ചു. അതുപോലെ അവർക്കുള്ള വസ്തുവകകൾ തിരികെ നൽകി. കൊല്ലപ്പെട്ടവരുടെ കണ്ടുകെട്ടപ്പെട്ട വസ്തുവകകൾ അടുത്ത ബന്ധുക്കൾക്കോ ബന്ധുക്കൾ ഇല്ലെങ്കിൽ സ്ഥലത്തെ പള്ളിക്കോ നൽകണമെന്ന് കൽപ്പന ഇറക്കി. അതുപോലെ സർക്കാർ ഖജനാവ് വാങ്ങിയവയോ ദാനമായി ലഭിച്ചവയോ ആയ വസ്തുവകകൾക്ക് ഉചിതമായും സാധ്യമാംവിധവും പരിഹാരമുണ്ടാക്കാം എന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. റോമൻ ഭരണത്തിൻ്റെ എല്ലാ സുപ്രധാന സ്ഥാനങ്ങളിലും ക്രിസ്ത്യാനികളെ നിയമിച്ചു. വിഗ്രഹാരാധന എല്ലായിടത്തും നിരോധിച്ചു. ജ്യോതിഷം, വിഗ്രഹപ്രതിഷ്ഠ, ഗ്രീക്ക് ഉത്സവങ്ങൾ എന്നിവയും നിരോധിച്ചു. നഗരങ്ങളിൽ നടമാടിയിരുന്ന നിരവധി അതിപുരാതനമായ അനാചാരങ്ങൾ നിർത്തലാക്കി. റോമാക്കാരുടെ ഇടയിലെ മല്ലയുദ്ധം നിരോധിച്ചു. വിവാഹത്തിന് മുൻപ് കന്യകകളെ വേശ്യാവൃത്തിക്ക് പ്രേരിപ്പിക്കുന്ന നിന്ദ്യമായ രീതി നിർത്തലാക്കി. പ്രാർത്ഥനാലയങ്ങളുടെ കേടുപാടുകൾ തീർത്തു. ചിലത് മനോഹരമായി വലുതാക്കി പുതിയവ നിർമ്മിച്ചു. ഇവയ്ക്കെല്ലാം ആവശ്യമുള്ള പണം രാജകീയ ട്രഷറിയിൽ നിന്ന് അനുവദിച്ചു കൊടുക്കാൻ പ്രൊവിൻഷ്യൽ ഗവർണർമാർക്ക് നിർദ്ദേശം നൽകി. വൈദിക ശ്രേഷ്ഠർക്ക് വിധേയരായിരിക്കാനും അനുസരണമുള്ളവരായിരിക്കുവാനും നിർദ്ദേശിച്ചു. സാമ്രാജ്യത്തിൻ്റെ സമ്പദ് സമൃദ്ധിയോടൊപ്പം മതവും അഭിവൃദ്ധിപ്പെട്ടു. താൻ ആരാധിക്കുന്നത് പോലെ ദൈവാരാധനയ്ക്ക് സൈനികരെ പരിചയപ്പെടുത്താൻ കുരിശിൻ്റെ അടയാളം ആയുധങ്ങളിൽ ചിത്രീകരിക്കുകയും ഒരു പ്രാർത്ഥനാലയം കൊട്ടാരത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ പള്ളിയുടെ രൂപത്തിലുള്ള ഒരു കൂടാരം തനിക്ക് മുൻപേ വഹിക്കാൻ കൽപ്പിച്ചു. മരുഭൂമിയിൽ തങ്ങേണ്ടി വന്നാൽ തനിക്കും തൻ്റെ പടയാളികൾക്കും ദൈവത്തെ ആരാധിക്കുന്നതിനും വിശുദ്ധ രഹസ്യത്തിൽ പങ്കെടുക്കുന്നതിനും വേണ്ടിയായിരുന്നു ഇത്. വൈദികരും ഡീക്കന്മാരും ഈ കൂടാരത്തെ അനുധാവനം ചെയ്തു. സഭാ നിയമം അനുസരിച്ചുള്ള ക്രമീകരണം പാലിച്ച് ആയിരുന്നു അത്. അക്കാലം മുതൽ റോമൻ സൈന്യനിരയോടൊപ്പം വൈദികരും ഡീക്കന്മാരും ഉണ്ടായിരുന്നു. ഞായറാഴ്ച അഥവാ കർത്തൃ ദിവസത്തിൻ്റെ ആചരണം നിർബന്ധമാക്കി. ഗ്രീക്കുകാർ ആ ദിവസം സൂര്യന് സമർപ്പിച്ചിരുന്ന ദിവസമായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് ഇംഗ്ലീഷിൽ ആ ദിവസത്തിന് സൺഡേ എന്ന പേര് വന്നത്. ഈ വിശുദ്ധ ദിവസം നൈയാമിക കാര്യങ്ങളോ മറ്റ് ബിസിനസ് കാര്യങ്ങളോ പാടില്ലെന്ന് അദ്ദേഹം കൽപ്പിച്ചു. പകരം പ്രാർത്ഥനകളും അപേക്ഷകളും കൊണ്ട് ദൈവാരാധന നടത്തണമെന്ന് ചക്രവർത്തി നിർദ്ദേശിച്ചു. ശത്രുക്കൾക്കെതിരെയുള്ള യുദ്ധത്തിൽ കുരിശ് അദ്ദേഹത്തിന് നൽകിയ ശക്തി നിമിത്തവും ഈ അടയാളം കാണപ്പെട്ട ദൈവിക രീതി നിമിത്തവും കോൺസ്റ്റന്റൈൻ കുരിശിനെ പ്രത്യേക ബഹുമതിയോടെ പരിഗണിച്ചിരുന്നു. നാണയം അടിക്കുമ്പോഴും രൂപങ്ങൾ ഉണ്ടാക്കുമ്പോഴും തൻ്റെ പ്രതിച്ഛായകൾ നിർമ്മിക്കുമ്പോഴും കുരിശിൻ്റെ ദിവ്യ അടയാളം പതിച്ചിരിക്കണമെന്ന് അദ്ദേഹം കൽപ്പിച്ചു. എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് നിയമങ്ങൾ ക്രോഡീകരിക്കുന്നതിലും അദ്ദേഹം ദൈവ സേവനം ലക്ഷ്യമാക്കിയിരുന്നു. മതകാര്യങ്ങൾക്ക് പ്രത്യേകമായ ബഹുമാനവും പരിഗണനയും അദ്ദേഹത്തിൻ്റെ എല്ലാ നിയമങ്ങളിലും ഉണ്ടായിരുന്നു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ക്രിസ്തുമതത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെ നിയമാനുസൃതമായ മതമാക്കി മാറ്റിയത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു.